ആദ്യനുമന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ. ആദ്യനുമന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ. നീ എൻ്റെ ഉറവിടമല്ലേ, നീ എൻ്റെ പ്രതിഫലം അല്ലേ, നീ എൻ്റെ മറവിടമല്ലേ, നീ എൻ്റെ പ്രതിഫലമല്ലേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനം 81-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവത്തിന് തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം. ഭൂമിയിൽ ഏറ്റവും നല്ലത് ദൈവമക്കൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര നല്ല ദൈവമാണ്! സ്തോത്രം. ഏറ്റവും നല്ലത് ഇവിടെ അങ്ങനെ പറഞ്ഞ മേൽത്തരമായ ഗോതമ്പ്. എന്നിട്ട് പറയാണ് പാറയിൽ നിന്നുള്ള തേൻ. ഈ തേനീച്ചകൾ തേൻ കൂട്ടുന്നത് മരത്തിലുണ്ട്, മണ്ണിലുണ്ട്, പാറയിലുണ്ട്. പാറയിൽ ഉള്ള തേൻ അതൊത്തിരി വീര്യമുള്ളതാണെന്നാണ് കേട്ടേക്കുന്നത്, ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ദൈവമക്കൾക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ആമേൻ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും മൂല്യമായത്, ഏറ്റവും മഹത്വമുള്ളത് ദൈവമക്കൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവം. ആമേൻ. എന്തെങ്കിലുമല്ല, ഏറ്റവും നല്ലത്. കഥ പറയുകയാണ്, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞത് എന്താണ്? അതിന്റെ റീസൺ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കിടക്കുകയാണ്. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എനിക്ക് അത് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം 2 കാര്യമാണ്. ഒന്ന്, എൻ്റെ വാക്ക് കേട്ടില്ല. 2, വഴിയിൽ നടന്നില്ല. അപ്പൊ ദൈവത്തെ എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കണം? ദൈവത്തിൻ്റെ കൂടെ എന്തുകൊണ്ട് നടക്കണം? ജീവിതത്തിൽ ഏറ്റവും മേൽത്തരമായൊരു ജീവിതം അനുഭവിപ്പാൻ. എന്നിട്ട് തൊട്ട് താഴെ പറയാണ്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വേഗത്തിൽ ഒരു ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ആമേൻ. തീർന്നില്ല, അവരുടെ വയറുകളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ ഭയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. ഇവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. അപ്പൊ ദൈവത്തെ അനുസരിക്കുമ്പോഴും ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോഴും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഉന്നതമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ, വാക്ക് കേൾക്കാൻ ഇനി താമസിക്കരുത്. കാരണം ഏറ്റവും മേൽത്തരമായത് അനുഭവിപ്പാൻ അത് നിങ്ങൾക്കിടവരുത്തും. അതൊരു സെന്റൻസ് നോക്കി, അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ആമേൻ. എന്നേക്കും ശുഭകാലം. സ്തോത്രം. ഇന്നത്തെ ഈ രാവിലെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി കാര്യമൊന്നും ചെയ്യണ്ട. 2 കാര്യം. സ്തോത്രം. അവന്റെ വാക്ക് കേൾക്കുക. 2, അവന്റെ വഴിയിൽ നടക്കുക. ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കാൻ പോകുന്നു. എന്തോ അസാധാരണമായ ഒരു ജീവിത ശൈലി ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും മേൽത്തരമായത് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. യെസ്, നമുക്ക്
ഈ വചനത്തെ ഏറ്റെടുത്ത് 1-2 മിനിറ്റ് പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവെ, അങ്ങ് രാവിലെ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഏറ്റവും ശ്രേഷ്ഠകരമായത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. പിതാവേ, പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ നടപ്പാൻ, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിപ്പാൻ, പിതാവിൻ്റെ വഴികളിൽ നടപ്പാൻ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളങ്ങനെ നടത്തുമാറാകണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ വഴിയിൽ നടപ്പാൻ, അങ്ങയുടെ വാക്കുകൾ, അങ്ങയുടെ വചനങ്ങളെ കേട്ട് കർത്താവെ, തുടർന്നുള്ള ജീവിതത്തിലെ ഓരോ സമയവും അങ്ങനെയാകുവാൻ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വചനം നിങ്ങളുടെ ലൈഫിൽ അതുപോലെ സംഭവിക്കട്ടെ. മേൽത്തരമായത്, ഉത്തമമായത്, വീര്യമേറിയത്, ശ്രേഷ്ഠമായത് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ മറ്റൊരു വാക്കോടെ പറയുന്നു, ശുഭകാലം. ഒത്തിരി നാൾ ശുഭത്തോടെ ജീവിക്കും. മരിക്കുന്നവരെ ദൈവം തരുന്ന ആയുസ് മുഴുവനും ശുഭത്തോടെ ജീവിക്കും. കർത്താവേ, ഈ വചനത്തെ ഈ മക്കൾക്ക് കൊടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ശുഭകാലം നീണ്ടു നിൽക്കട്ടെ. സ്തോത്രം. ഇവരുടെ ശത്രുക്കൾ കീഴടങ്ങട്ടെ. മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ടും നീ ഇവരെ പോഷിപ്പിക്കണമേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹവും ശുഭവുമായി തീരട്ടെ. ശലോം.